ഇഷ്ടം പോലെ കണ്ടന്റ് ആണ്. PSG ഗ്രൂപ്പിന്റെ അപരാധം, മണവാളന്റെ സ്വർണ്ണ മടല്, ഇപ്പൊ താണ്ട് അർജന്റീന വരുവോ അർജന്റീന വരുത്തില്ലയോ എന്ന് അവർക്ക് തന്നെ അറിയാത്ത ഒരവസ്ഥ. ഈ അർജന്റീനയൊക്കെ വരാൻ എന്തോരം പൈസയാണ്. ഇവിടെ 67ാമത്തെ സ്കൂൾ കായിക സംസ്ഥാന ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ പിള്ളേർക്ക് സ്വർണ്ണ മെഡലും വെള്ളി മെഡലും കിട്ടുന്നത്. അതിൽ ചിലർക്ക് വീടൊക്കെ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്ത കഴിവുള്ള ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. സ്വന്തമായിട്ട് വീടുമില്ല, ബൂട്ടുമില്ല, സ്പൈക്സ് ഇല്ല, ഒന്നുമില്ല. ബോൾ വാൾട്ട് കളിക്കുന്ന ഒരു പയ്യന് മുളവടി വെച്ചിട്ടാ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കായിക പരമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതിന്റെ കൂട്ടത്തില് അർജന്റീന വരട്ടെ, 500 കോടിയോ 1000 കോടിയോ കൊടുക്കും, നോ പ്രോബ്ലം. 100 കോടി കൊടുത്ത് സ്റ്റേഡിയം റെഡിയാക്കുന്നു. എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ സേഫ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് കണ്ടന്റിനൊന്നും ക്ഷാമമില്ല. അച്ഛനും കൂടെ ഇതിലോട്ടൊക്കെ ഇറങ്ങിയതിൽ വലിയ സന്തോഷം. സ്പോർട്സ്, ഫുട്ബോൾ, അർജന്റീന, സ്റ്റേഡിയം പണി, പോൾവാട്ട് ചാട്ടം, എന്തൊക്കെയാണ്. അപ്പോ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കണ്ടല്ലോ നമ്മുടെ വിക്കിത്തക്കിന്റെ ഒരു വീഡിയോ. അതിന്റെ ഒരു പുള്ളിയുടെ ഒരു വലിയ വീഡിയോയിലെ ചെറിയൊരു പാട്ട് മാത്രമാണ് നമ്മൾ കാണിച്ചത്. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആള് പറഞ്ഞതിൽ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാൽ, ഇപ്പോൾ അർജന്റീന വരുന്നത്, അതേപോലെ സ്റ്റേഡിയം റീബിൽഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി പലതവണ പല വീഡിയോസിൽ സംസാരിച്ചതാണ്. എന്നാലും നമുക്ക് ഈ വീഡിയോയുടെ അവസാനം അതേ പറ്റിയിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. നമുക്ക് ആദ്യം സംസാരിക്കേണ്ടത് വിക്കി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികൾക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഉള്ള സാധ്യതകളെ പറ്റി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ പറ്റി, അവരുടെ ഇല്ലായ്മകളെ പറ്റി, ഇതൊക്കെയാണ് കൂടുതലും ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആരെയാണ് ഇതിനകത്തൊക്കെ കുറ്റം പറയേണ്ടത്? ഇപ്പോൾ ഒരു പോൾവാട്ടിന് നമ്മൾ കണ്ടതാണ്, മുളകുത്തി ചാടിയ കേസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ ആരെയാണ് ശരിക്കും കുറ്റം പറയേണ്ടത്? ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കേണ്ടത്? ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്? അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഏറ്റവും ആദ്യത്തെ ക്രെഡിറ്റ്, ഈ പ്രശ്നങ്ങളുടെയൊക്കെ ആദ്യത്തെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇവരുടെയൊക്കെ പാരന്റ്സിന് തന്നെയാണ്, ഇവരുടെ മാതാപിതാക്കൾ. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോഴും ഒരു കായിക താരമാവുന്നതിന് വേണ്ട അത്ര മോട്ടിവേഷൻ കൊടുക്കപ്പെടാത്ത, അല്ലെങ്കിൽ നൽകപ്പെടാത്ത, അത്ര വലിയ പ്രാധാന്യം കിട്ടാത്ത ഒരു നാട്ടിലാണ്, ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കുട്ടികൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതൊക്കെ എന്തോ വലിയ ക്രിമിനലിസമായിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരൻസും ഉള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് പരമ സത്യം എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ നാട്ടിൻപുറത്ത് നമ്മുടെ കുട്ടികളൊക്കെ അവർ ഏതൊരു പറമ്പൊക്കെ വൃത്തിയാക്കി കളിക്കാൻ ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ ആ പറമ്പിന്റെ ഉടമസ്ഥൻ വന്ന് പിള്ളേർ വൃത്തിയാക്കുന്നവരെയൊക്കെ പുള്ളി വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങോട്ട് വന്ന് പിള്ളേർ ഒരു ദിവസം കളിച്ച് കഴിയും, പിറ്റേ ദിവസം വന്ന് പുള്ളി തടവൊക്കെ എടുത്തോടെ ചീനിയിടും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി. പിന്നെ പാരന്റ്സിന്റെ കേസ് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അവര് പന്ത് കളിക്കാൻ പോകുന്നത് ഒരു ക്രിമിനലിസമാണ്. അവർക്ക് ഇവിടുത്തെ പാരന്റ്സിന് വേണ്ടത് ഒറ്റ കാര്യമാണ്: പഠിക്ക് 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 പഠിക്ക്. ബുദ്ധിയില്ലാത്തവനോടും പഠിക്ക് 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 പഠിക്കുക. ഞാൻ ബുദ്ധിയില്ലാത്തവൻ എന്ന് ഉദ്ദേശിച്ചത്, പഠിക്കാൻ അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവാം, അല്ലെങ്കിൽ അവൻ നല്ലൊരു അത്ലറ്റിക് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ അവൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആവാം. പക്ഷെ ഇതിലൊന്നും വീട്ടുകാർക്ക് താല്പര്യമില്ല. അവർക്ക് അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കി വീട്ടുകാരെ അവൻ കരകയറ്റണം. അത് മാത്രമാണ് വീട്ടുകാരുടെ ജീവിതാഭിലാഷം. അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ കുട്ടികളാണ്. പക്ഷെ അവന്റെ കുട്ടിയുടെ അഭിരുചിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ അവന്റെ കുട്ടിയുടെ ടാലന്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് അവനെ മുമ്പോട്ട് കൊണ്ടുവരേണ്ടതിന് പകരം ഇവിടുത്തെ പാരന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാവിലെ 6 മണിക്ക് ചെറുക്കനെ ട്യൂഷൻ വിടും. ചെറുക്കനെ ആയാലും കൊച്ചിനെ ആയാലും രാവിലെ 6 മണിക്ക് ട്യൂഷൻ വിടും. ഈ ട്യൂഷന് പോയി അത് കഴിഞ്ഞ് ഇവൻ പോകുന്നത് സ്കൂളിലേക്കാണ്. സ്കൂൾ കഴിഞ്ഞ് വീണ്ടും ട്യൂഷൻ. രാത്രി 9 മണിക്കൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വരുന്ന കുട്ടികളെയൊക്കെ ഞാൻ കാണാറുണ്ട്. ഇവരുടെ കായികപരമായിട്ടുള്ള സമയം എപ്പോഴാണ് ഇവർ ഒന്ന് ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ, ഒന്നുമില്ലെങ്കിൽ ഇവരുടെ മെന്റൽ ഹെൽത്തിനെങ്കിലും ഇതൊക്കെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതിനെങ്കിലും അവരെ സമ്മതിച്ചുകൂടെ? ഇല്ല, ശനി ഞായറും ഒക്കെ ട്യൂഷനാ, മൊത്തത്തിൽ ട്യൂഷനാ. ട്യൂഷന് വേണ്ടി മാത്രം ഇങ്ങനെ പ്രോഗ്രാം ചെയ്തു വെച്ചേക്കുന്ന കുറച്ച് റോബോട്ടിക് ആയിട്ടുള്ള സാർമാരും ഇവിടെ ഉണ്ട്. ട്യൂഷൻ സെന്റർ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് പറയണം. ഇവരൊക്കെ എന്ത് ഉദ്ദേശിക്കുന്ന അറിയത്തില്ല. സ്കൂളിൽ പോയിട്ട് പഠിക്കാത്തത് ട്യൂഷനിൽ പോയിട്ട് എന്താ പഠിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പേരൻസ് തന്നെയാണ്. പേരൻസ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സത്യമാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ വിക്കിയുടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ബൂട്ടില്ല അല്ലെങ്കിൽ സ്പൈസ് ഇല്ല എന്നൊക്കെ ഉള്ളത്. ഇതിന്റെ കാരണവും പേരൻസ് തന്നെയല്ലേ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു ബൂട്ടിനൊക്കെ 700 രൂപ മുതലൊക്കെ ബൂട്ട് കിട്ടും, അതിലും താഴെ ബൂട്ട് കിട്ടും. അപ്പോൾ ഒരു 700 രൂപ എടുക്കാൻ ഇല്ലാത്ത വീടുകൾ
നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് അത്ര വലിയ ദാരിദ്ര്യമൊന്നുമില്ല. ഈ പറയുന്ന ബൂട്ടില്ലാത്തവന്റെയും അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവന്റെ ഒക്കെ വീട്ടിലെ അവന്റെ തന്ത ബീവറേജിലോ അല്ലെങ്കിൽ ബാറിലോ കൊടുക്കുന്ന ക്യാഷിന്റെ 1% മതി അവനൊരു ബൂട്ട് വാങ്ങി കൊടുക്കാൻ, അല്ലെങ്കിൽ അവന് വേണ്ട സ്പോർട്സ് ഫെസിലിറ്റി ചെയ്തു കൊടുക്കാൻ. ഇവര് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇവര് കള്ളു കുടിക്കുന്നുണ്ട്, ഇവർക്ക് വേണ്ട എന്റർടൈൻമെന്റ്സ് ഒക്കെ ഇവര് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ബൂട്ട് വാങ്ങി കൊടുക്കാൻ എന്ന കാര്യം പറയുമ്പോൾ ദാരിദ്ര്യം. ഈ ദാരിദ്ര്യമൊക്കെ ചുമ്മാതാണ്. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ആ ഒരു ബൂട്ട് അവന് വാങ്ങി കൊടുക്കുക എന്ന് പറയുന്നതിന് അവർ അത്ര ഇമ്പോർട്ടൻസേ കൊടുക്കുന്നുള്ളൂ. അതാണ് ഇവിടുത്തെ സത്യം. അപ്പോൾ നമ്മൾ പറയും പിള്ളേർ കണ്ടം കളി കളിച്ച് നടക്കുന്ന പിള്ളേർക്ക് എന്തിനാ ബൂട്ട്? അപ്പോൾ അവൻ എന്തുകൊണ്ട് കണ്ടം കളിച്ച് നടക്കുന്നു? കാരണം അവന് മുമ്പോട്ട് എങ്ങനെ പോകണം എന്ന് അറിയില്ല, മുമ്പോട്ട് പോകാനുള്ള സപ്പോർട്ട് അവനില്ല, ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നമ്മുടെ നാഷണൽ ലെവലുകളിൽ നാഷണൽ ടീമിൽ കളിക്കുന്ന സഹൽ അബ്ദുൾ സമദ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആഷിഖ് കുർണിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോട്ടെ ഇപ്പം നമ്മുടെ ISL ക്ലബ്ബുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന KP രാഹുൽ ആയിക്കോട്ടെ, അങ്ങനെ വേണ്ട പലരും, ഇപ്പൊ വിപിൻ മോഹൻ ആണെങ്കിലും സച്ചിൻ സുരേഷ് ആണെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ ഫാമിലിയിൽ നിന്ന്, ഇവരുടെ പേരൻസിൽ നിന്ന് ഇവർക്ക് വളരെ വലിയ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ പേരൻസ് ഇവര് ഫുട്ബോൾ കളിച്ച് തന്നെ വലിയ ആളുകളാവണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അവരോടൊപ്പം നിന്ന ആളുകളാണ്. അപ്പൊ അവരൊക്കെ ഇന്ന് ആ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരൻസിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇതേ പേരൻസ് സപ്പോർട്ട് ഇല്ലാതെ എത്രയോ കുട്ടികൾ ഇവിടെ വളരുന്നു. അവരിവിടെ ലോക്കൽ ടൂർണമെന്റും കളിച്ച്, അല്ലെങ്കിൽ ലോക്കൽ സെവൻസും കളിച്ച്, പഞ്ചായത്ത് മേളയും കളിച്ച് അതിന്റെ രുചിയും പിടിച്ച് ബൂട്ടും ഇല്ലാതെ പഞ്ചായത്ത് മേളക്കൊക്കെ വേറെ ആയാലും കൂട്ടുകാരുടെ ബൂട്ടൊക്കെ ബൂട്ടും തരണേ ബൂട്ട് മേടിച്ചിട്ട് കളിച്ച് ഇങ്ങനെ പോകുന്നു. പേരൻസിന്റെ കുറ്റം തന്നെയാണിത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അല്ലാതെ ഇതിനകത്ത് നമുക്ക് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. സഞ്ജു സാംസണെ നമ്മളൊന്ന് എടുത്തു നോക്കുക. സഞ്ജു സാംസണിന്റെ ക്രിക്കറ്റ് ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി വന്ന ഒരു വ്യക്തിയാണ് സഞ്ജു സാംസന്റെ ഫാദർ. അപ്പോൾ മകന്റെ ക്രിക്കറ്റ് കരിയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പേരൻസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവരൊരു കായിക താരമായിട്ട് വളരുകയുള്ളൂ. പേരൻസിന് ഇതൊന്നും ആവശ്യമില്ല. അവർക്ക് പഠിച്ച് ഈ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഇവരൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാണ്. കുട്ടികളാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ്. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഇവർ ഒരു വലിയൊരു പ്രഷർ എടുത്ത് ഇവരുടെ തലയിലോട്ട് കൊടുക്കും. ഒരു സിമ്പിൾ വേർഡാണ്, നീ പഠിച്ച് വലിയ ആളായി വേണം നമ്മളെ കരകയറ്റാൻ എന്നുള്ള ഒരു സാധനം എടുത്തിട്ട് കൊടുക്കും. അപ്പൊ ഇവൻ പിന്നീട് ഈ പറഞ്ഞ കായിക താരമാവണോ കലാകാരനാവണോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ പോകും എന്നുള്ളതാണ്. ആൾക്ക് പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെ പ്ലസ് 2 വരെയെങ്കിലും പഠിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡ് പഠിക്കുന്നു, ഗൾഫിൽ പോകുന്നു. ഇത് തന്നെ പരിപാടി. ഇതിവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ചക്രം പോലെ അത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഇതാണ് മെയിൻ സംഭവം. അപ്പോ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് മുളയല്ല മറ്റേ ഉത്തരം കുത്തി ചാടേണ്ടി വരും പിള്ളേര്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവർക്ക് എത്ര ഫെസിലിറ്റി നമ്മൾ ഇനിയിപ്പോ ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാലും പേരൻസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ആവാൻ പറ്റില്ല. ആർക്കും വലിയ പാടാണ്. അങ്ങനെ പേരൻസ് സപ്പോർട്ട് ഇല്ലാതെ ആയവരുമുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റില്ല. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലെ PT സാർമാരാണ്. ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യം ഇനിയിപ്പോ ഗവൺമെന്റ് ആണെങ്കിലും മറ്റ് ആരായാലും ചെക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്കൂളുകളിലെ ആണെങ്കിലും മറ്റ് സ്കൂളുകളിലെ ആണെങ്കിലും ഒക്കെ PT സാർമാർ അവരുടെ പണി എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. PT സാർമാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാനിപ്പം പല സ്കൂൾ സ്പോർട്സുകളും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഒരു സ്കൂളിൽ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസത്തിന് മുമ്പ് PT സാർ വന്നിട്ട് സ്പോർട്സ് ഡേ അനൗൺസ് ചെയ്യും. അപ്പൊ പിള്ളേർ സ്പോർട്സ് ഡേ ഓക്കെ. അപ്പൊ കുറെ പേര് സ്പോർട്സ് ഡേ ആണ്, അവധിയാണ്, അവധിയാ, നാളെ സ്പോർട്സാ. കുറെ പേര് പടത്തിന് പോവും, കുറെ പേര് വേറെ വഴിക്ക് പോവും, കുറെ വേറെ പരിപാടി. പിന്നെ കുറച്ച് പേരൊക്കെ വരുന്നവർ കുറച്ച് പേര് ഇറങ്ങി ഓടും, ഓടാൻ അറിയാവുന്നവരൊക്കെ ഓടും, ചാടാൻ അറിയാവുന്നവർ ചാടും. പിന്നെ ഒരു രസത്തിന് പോയി ജാവലൊക്കെ എറിയുന്നവരുണ്ട്. ജാവലൊക്കെ എറിയുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ഫസ്റ്റ് കിട്ടിയ ഒരു പെൺകുച്ചിന്റെ വീഡിയോ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പം ഓടാറിയാവുന്നവർ ഓടുന്നു, ഇല്ല ഒന്നുമില്ല, കല്ല് കുത്തി കയറുന്നു, എന്തൊക്കെ പരിപാടിയാണ്. അപ്പൊ പല സ്പോർട്സ് ഡേയ്സും ഭയങ്കര പരാജയമാണ്. അതിന്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ PT സാർ തന്നെയാണ്. ഇപ്പൊ ഇനിയിപ്പം ഏതെങ്കിലും ഒരു സ്കൂളിൽ വഴിതെറ്റി എങ്ങനെയും ഒരു നല്ല ടാലന്റ് ഉള്ള ഒരുത്തം വന്നാല് അവനെ കൊണ്ട് ആ ടീച്ചർ പതിയെ എങ്ങനെങ്കിലും ഒക്കെ എവിടെങ്കിലും വരെയൊക്കെ പോകും. ഈ പറയുന്ന സ്റ്റേറ്റ് വരെയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലോ ഒക്കെ പോകും. എന്നിട്ട് അവനെ അവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കും, അടുത്ത വർഷം അവനെ കൊണ്ടുപോകണം. എന്നാൽ ഇവന് വേണ്ട പ്രോപ്പർ പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. എന്നാൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു നല്ല കാര്യമുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ നമ്മുടെ സ്പോർട്സിന് മാത്രം അല്ലെങ്കിൽ അത്ലറ്റിക്സിന് മാത്രമൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇവനെ അങ്ങോട്ടൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവനെ അങ്ങോട്ട് വിടാം. അങ്ങനെ ഒരു ഹെൽപ്പ് എങ്കിലും ഈ PT സാർമാർക്ക് ചെയ്യാവുന്നതാണ്. ഇവർ അതുപോലും ചെയ്യാറില്ല. ഇവര് ശമ്പളമൊക്കെ മേടിച്ച് വെറുതെ സ്പോർട്സ് ഡേ ആകുമ്പോൾ പിള്ളേരെയൊക്കെ ഒന്ന് ഓടിച്ച് അസംബ്ലിക്ക് വന്ന് സ്റ്റാൻഡേർഡ് ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അസംബ്ലി ഡിസ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂളായിട്ട് PTയുടെ പീരീഡിൽ കണക്ക് സാറിന് ആ പീരീഡ് വിട്ടുകൊടുത്ത് ഇങ്ങനെ ശമ്പളമൊക്കെ മേടിച്ച് ഫുഡൊക്കെ മേടിച്ച് സിമ്പിൾ ആയിട്ട് പോകുന്ന കുറച്ച് ആളുകളാണ് ഇവിടുത്തെ PT സാർമാരെന്നതാണ് എന്റെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ചിട്ട് വീട്ടിലിരിക്കാൻ പറയണം. എന്നിട്ട് ക്വാളിറ്റി ഉള്ള ആളുകളെ നിയമിക്കണം. ശരിക്കും നമ്മൾ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഗവൺമെന്റിന്റെ കുറ്റം വന്നിട്ട് കാര്യമില്ല. പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റിനെ പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. അപ്പോൾ ഈ കാര്യം കൂടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ
നമ്മുടെ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പാരന്റ്സ് ഒരു പ്രശ്നമാണ്, നമ്മുടെ ഈ പറഞ്ഞ PT സാർ ഒരു പ്രശ്നമാണ് സ്പോർട്സിന്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ പിന്നീട് ഇനിയിപ്പോ നമുക്ക് അർജന്റീന വരുന്നതും അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ അർജന്റീന വരുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അർജന്റീനയെ കൊണ്ടുവരുന്നത് അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. സോ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ വിസിബിലിറ്റിയാണ് അവർ നോക്കുന്നത്, ഒരു കോർപ്പറേറ്റ്സ് ആണ് അവര്. അപ്പൊ അവർക്ക് മെസ്സി വരുന്നു അല്ലെങ്കിൽ അർജന്റീന വരുന്നു എന്ന് അവരെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന വിസിബിലിറ്റി വളരെ വലുതാണ്. അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് അവരത് ചെയ്യുന്നത് തന്നെ. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഓണപരിപാടിക്കൊക്കെ നമ്മൾ പോയിട്ട് ഏതെങ്കിലും കടയിൽ പോയിട്ട് ചേട്ടാ ഒരു പരസ്യം തന്നെ എന്ന് പറയുമ്പോൾ അവരെന്താ ചോദിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയോ അനൗൺസ്മെന്റ് ഉണ്ടോ? കാരണം അവരും ആ വിസിബിലിറ്റിയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. പിന്നെ സ്റ്റേഡിയം റിനോവേറ്റ് ചെയ്യുന്നത്, ഇപ്പോ സ്റ്റേഡിയം റീഡെവലപ്പ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ സ്ഥിരമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കളി എല്ലാ വർഷവും എല്ലാ കളിയും പോയി കാണുന്ന നമുക്കറിയാവുന്നതാണ്. സ്റ്റേഡിയം പുതുക്കി പണിയുക എന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിച്ച് മാത്രമാണ് നമുക്ക് ഒരു ക്വാളിറ്റിയിലുള്ളത്, ബാക്കി സ്റ്റേഡിയത്തിന്റെ ബലക്ഷയം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു വലിയ അപകടം തന്നെ നടക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് സ്റ്റേഡിയത്തിന്റെ ആ ഒരു ഉറപ്പുള്ളത്. പക്ഷെ അതൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ അർജന്റീന വരുന്ന കേസ് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് കൂടുതലും ഇപ്പൊ സ്പോർട്സിനെ പറ്റിയിട്ട് പോലും നമ്മുടെ നാട്ടിൽ സംസാരങ്ങൾ, ഇപ്പം യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഓൺലൈൻ മീഡിയാസ് ആണെങ്കിലും ഒക്കെ സംസാരിക്കുന്നത്, അതേപറ്റി കൂടുതൽ ബോധേഡാവുന്നത്. പിന്നെ അർജന്റീന വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചെക്കിങ്ങിലാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഫിഫയുടെ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം, ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല എന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കുന്നത് പോലും. ഇപ്പൊ കാലിക്കറ്റ് ഒരു സ്റ്റേഡിയം വരുന്നു, അപ്പോൾ അർജന്റീന വരുന്നു എന്നുള്ള ഒരു പ്രോസസിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇതെന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് കേരളത്തിന് കിട്ടാൻ പോകുന്ന ഒരു വിസിബിലിറ്റി ഉണ്ട്, അതായത് അത് വേൾഡ് വൈഡ് കിട്ടാൻ പോകുന്ന ഒരു വിസിബിലിറ്റിയെ പറ്റിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഒരു ഫുട്ബോൾ കൾച്ചർ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു ഫിഫ സീസൺ വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിഫ സീസൺ ആഘോഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെ റോഡ് നീള കട്ടൗട്ടുകൾ വെക്കുക, ഫ്ലെക്സ് ബോർഡുകൾ വെക്കുക, ഫാൻസ് ഫൈറ്റ് പരിപാടിയൊക്കെ ആയിട്ട് ഫിഫ സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് ഒരു ഫെസ്റ്റിവൽ പോലെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പുറത്തോട്ടൊന്നും അങ്ങനെ അറിയുന്നില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഏകദേശം കഴിഞ്ഞൊരു വർഷം തൊട്ടൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഒന്ന് പുറത്തേക്ക് അറിയുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു ഫുട്ബോൾ ഭ്രാന്ത് ഉണ്ട് എന്നുള്ള ഒരു വിസിബിലിറ്റി കിട്ടാൻ വളരെ സാധ്യതയുള്ള ഒരു പരിപാടിയാണ് ഈ അർജന്റീന വരിക എന്ന് പറയുന്നത്. ആക്ച്വലി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെസ്സി അടങ്ങുന്ന അർജന്റീനയെ ഹോസ്റ്റ് ചെയ്യുന്നു, അതും ഒരു കൺട്രി അല്ല, ഒരു സ്റ്റേറ്റ് ആണ് ചെയ്യുന്നത് എന്ന് അറിയുമ്പോഴത്തേക്ക് അത് ഒരു പാൻ വേൾഡ് ലെവലിൽ വേറൊരു രീതിയിലായിരിക്കും അത് അറിയപ്പെടുക. അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടേക്ക് വന്നേക്കാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ റെഡ് ബുൾ ഒക്കെ പോലെയുള്ള അക്കാഡമീസ് ഉണ്ട്. സോ അവർക്ക് വേൾഡ് വൈഡ് ഫുട്ബോൾ അക്കാഡമീസ്, ഫുട്ബോൾ ക്ലബ്ബുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് ഇത്രയും ക്രൈസ്, ഫുട്ബോൾ ക്രൈസ് ഉള്ള ഒരു പ്ലേസ് ഇവിടെ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇവിടെ ഇവര് അർജന്റീനയെ ഹോസ്റ്റ് ചെയ്യുന്നെന്നും ഒക്കെ അറിയുമ്പോൾ സോ ഒരുപക്ഷെ ഇവിടുത്തെ ടാലൻസുകളെ അവർ പിക്ക് ചെയ്യാനായിട്ട് അവർ എന്തെങ്കിലും ഓപ്ഷൻസ് ഇവിടേക്ക് കൊണ്ടുവന്നേക്കാം. അപ്പം അർജന്റീന വരുന്നതോടുകൂടി നമ്മുടെ ഫുട്ബോൾ കൾച്ചറിന് ഒരു വിസിബിലിറ്റി കിട്ടും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ലതല്ലേ. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഫുട്ബോൾ വിസിബിലിറ്റി കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇതിലൂടെ കുറച്ച് വിസിബിലിറ്റി കിട്ടാൻ സാധ്യതയുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഫുട്ബോളിനെ വളരെ സീരിയസ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അർജന്റീന വരുന്നതോടുകൂടി നമ്മുടെ സ്ഥലത്തെ പറ്റിയിട്ട് കൂടുതൽ ആളുകൾ അറിയുന്നു, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഫുട്ബോളിനെ പറ്റിയിട്ട് ആളുകൾ അറിയുന്നു. സെവൻസ് ഫുട്ബോൾ വിസിബിൾ ആവും. അതേപോലെ ഇപ്പോൾ SLK നടക്കുന്നുണ്ട്, SLK വിസിബിൾ ആവും. അതായത് നമുക്ക് മാത്രമായിട്ടൊരു ലീഗ് ഇവിടെ ഉണ്ട്, അപ്പോൾ അത് വിസിബിൾ ആവും. പിന്നെ ISL, പിന്നെ അർജന്റീന വരുമ്പോൾ തന്നെ കൊച്ചി സ്റ്റേഡിയത്തിലാണ് കളിക്കുന്നത്. ഇതേതാണ് സ്റ്റേഡിയം? ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ ടോക്സും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ ഇതിൽ അങ്ങനെ കുറച്ച് പോസിറ്റീവ് സൈഡുകൾ ഇതിൽ കിടപ്പുണ്ട് എന്നുള്ളത് ഒരു സത്യമുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും അതൊക്കെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. മെസ്സി വരുമോ അല്ലെങ്കിൽ അർജന്റീന വരുമോ ഇല്ലയോ, എന്താ സംഭവം, സ്റ്റേഡിയത്തിന്റെ പണിയുടെ കാര്യം ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയാനുള്ളത്, നമ്മളിനിയിപ്പോ എത്ര ക്യാഷ് മുടക്കി എത്ര വലിയ ഫെസിലിറ്റി നമ്മൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാലും അത് മനസ്സിലാക്കുന്ന പേരൻസും അത് മനസ്സിലാക്കുന്ന ടീച്ചേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കുട്ടികളെ എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഏത് സ്പോർട്ടായാലും അവരുടെ കുട്ടികളുടെ ഗ്രാസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഫുട്ബോൾ നാഷണൽ ടീം തന്നെ എടുത്താൽ തന്നെ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു നാഷണൽ ടീം ഉണ്ടല്ലോ, അവരൊന്നും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരിക്കലും കഴിയില്ല. നമുക്ക് ഇനി നല്ലൊരു വേൾഡ് കപ്പ്, റെഗുലറായി വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു ഫുട്ബോൾ ടീം ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രാസ് റൂട്ടിൽ നിന്ന് സെറ്റ് ചെയ്തെടുത്ത് വരുന്ന പിള്ളേരെ കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വർഷം കളിക്കാനേ കഴിയൂ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അണ്ടർ 17 എങ്കിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ബെറ്റർ ഒരു ഇന്റർനാഷണൽ ലെവൽ ഓഫ് ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനെ മേക്ക് ചെയ്യാൻ തന്നെ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിനെ കൊണ്ട് യാതൊരു ഗുണമില്ല എന്നുള്ള കാര്യം നമുക്ക് വൃത്തിയായിട്ട് അറിയാം, അത് കാര്യമില്ല. അപ്പം ഗ്രാസ് റൂട്ട് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഗ്രാസ് റൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസ് ആദ്യം കുട്ടികളെ അവരുടെ ടാലന്റ് കണ്ടെത്തി അവർക്ക് വേണ്ട അക്കാഡമി ട്രെയിനിങ്സ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് വരാത്തിടത്തോളം കാലം ഇന്ത്യയിൽ ഇനി എത്ര കോടി ജനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ സ്പോർട്സ് മേഖല ഇങ്ങനെ തന്നെ താന്നു തന്നെ ഇരിക്കും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിനാദ്യം വേണ്ടത് ഇവിടുത്തെ പേരൻസ് നന്നാകുക, കുട്ടികളെ അവരുടെ കഴിവ് മനസ്സിലാക്കി അതിന് മുമ്പോട്ട് വിടുക. ഒരു ബൂട്ടൊക്കെ വാങ്ങി കൊടുക്കുക എന്ന് പറയുന്ന വലിയ കാര്യമൊന്നും അല്ലടേ, ചെയ്യ്. നിങ്ങളുടെ സ്വന്തം പിള്ളേരല്ലേ, അവർക്ക് മേടിച്ചു കൊടുക്ക്.
1 ലിറ്ററിന്റെ കാശ് പോലും ഇല്ല ഒരു ബൂട്ടിന്. അത്ര ചിന്തിച്ചാൽ മതി. താങ്ക് യു.